ദൃശ്യം സിനിമയിൽ ഒരു കൊലപാതകം നടത്തി തെളിവ് നശിപ്പിച്ച ശേഷം ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടും നിയമത്തെ വെല്ലുവിളിച്ച് ജോർജ് കുട്ടി അങ്ങനെ വിലസി നടക്കുകയാണ്. എന്നാൽ ആ സിനിമയുടെ പ്രചോദനം ഉൾക്കൊണ്ട് ദൃശ്യം മോഡൽ കൊലപാതകം നടത്തിയാൽ രക്ഷപ്പെടാമെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ തെറ്റി. ഏതൊരു കുറ്റകൃത്യത്തിനും ഒരു തുമ്പെങ്കിലും തെളിവ് അവശേഷിക്കും. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മി വഴിവിട്ട ബന്ധത്തിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് ആൺസുഹൃത്ത് കൊന്നു കുഴിച്ചു മൂടിയത്. കൊച്ചി കളമശ്ശേരിയിൽ വീട്ടമ്മയുടെ മരണവും കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ഇടപാടിലെ പ്രശ്നങ്ങളാണോ ജെയ്സി എബ്രഹാമിൻ്റെ കൊലയ്ക്ക് കാരണം? ഈ കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഏകമകൾ കാനഡയിൽ ഇട്ടുമൂടാവുന്ന സ്വത്ത്, വൻ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ. പെരുമ്പാവൂർ സ്വദേശിനി ജെയ്സി എബ്രഹാം എന്ന വീട്ടമ്മ കളമശ്ശേരിയിലെ അപ്പാർട്ട്മെൻറ്റിൽ തനിച്ചായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം മകൾ കാനഡയിൽ നിന്ന് വിളിച്ചപ്പോൾ അമ്മ ഫോൺ എടുക്കുന്നില്ല. പിന്നാലെ ബന്ധുക്കളെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. പോലീസ് എത്തി വീട് പരിശോധിച്ചപ്പോഴാണ് ചോരയിൽ കുളിച്ച നിലയിൽ ജെയ്സിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. ജെയ്സിയുടെ 2 ഫോണുകളും ആഭരണങ്ങളും നഷ്ടപ്പെട്ട നിലയിലാണ്. ഈ അരുംകൊലയ്ക്ക് പിന്നിൽ ആരാണ്? എന്തായിരിക്കും കൊലപ്പെടുത്താനുള്ള കാരണം? റിയൽ എസ്റ്റേറ്റ് മാഫിയയെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. കളമശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ജെയ്സി എബ്രഹാമിനെ തിങ്കളാഴ്ച വൈകുന്നേരമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാനഡയിൽ ജോലിയുള്ള ഏകമകൾ അമ്മയെ ഫോണിൽ വിളിച്ച് കിട്ടാതായപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്തു കയറിയപ്പോൾ അപ്പാർട്ട്മെന്റിലെ ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടത്. ജെയ്സിയുടെ മൊബൈൽ ഫോണും നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. ഇത് കവർച്ച ചെയ്യപ്പെട്ടതാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. തലയിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടതോടെ പോലീസിന് കൊലപാതകമാണോ എന്ന് തുടക്കത്തിൽ തന്നെ സംശയം തോന്നി. മുഖം വികൃതമായ രീതിയിലായിരുന്നു. ഇതേ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലുണ്ട്. ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിൽ സജീവമായിരുന്നു കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാം. അതുമായി ബന്ധപ്പെട്ട തർക്കമാണോ കൊലയ്ക്ക് കാരണമെന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രതിയെ കണ്ടെത്താൻ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. ഫ്ളാറ്റിൽ സ്ഥിരമായി വന്നു പോകുന്നവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം സിനിമ മലയാളിയുടെ കുറ്റകൃത്യ മനോഭാവത്തെ പ്രചോദിപ്പിക്കുന്നതാണോ? ഒരു കൊലപാതകം നടത്തിയാൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന സിനിമയിലെ സന്ദേശം ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയുടെ തിരോധാനത്തിൻ്റെ അന്വേഷണം കൊണ്ടെത്തിച്ചതും ദൃശ്യം മോഡൽ കൊലക്കേസിലേക്കാണ്. ആൺസുഹൃത്തും അമ്പലപ്പുഴ സ്വദേശിയുമായ ജയചന്ദ്രൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നാണ് മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. 2 ആഴ്ച മുൻപാണ് കൊലപാതകം നടന്നത് എന്നതിനാൽ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്നുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി.
ദൃശ്യങ്ങൾ കാണുന്ന വീട്ടിലാണ് 7-ാം തീയതി പുലർച്ചെയോടുകൂടി കൊലപാതകം നടക്കുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയെയാണ് ആൺസുഹൃത്തായ ജയചന്ദ്രൻ ഈ വീട്ടിലെത്തിച്ച് ഇവിടെ വെച്ച് കൊലപ്പെടുത്തിയത്. ആദ്യം പ്ലെയർ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അയാൾ പോലീസിനോട് വ്യക്തമാക്കിയതെങ്കിലും പിന്നീട് അത് പക്ഷേ മാറുന്ന സാഹചര്യമായിരുന്നു. അതായത് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തപ്പോൾ അടക്കം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തലയുടെ പിന്നിൽ വെട്ടേറ്റ മുറിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് മൂർച്ചയേറിയ വെട്ടുകത്തി പോലെയുള്ള ആയുധം വെച്ച് തലയുടെ പിൻഭാഗത്ത് പലതവണ വെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ഒരു മിസ്സിംഗ് കേസായാണ്. അതായത് കരുനാഗപ്പള്ളി പോലീസിൽ 13-ാം തീയതി ഇവരുടെ സഹോദരി ഗീത, അതായത് കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ സഹോദരി ഗീത ഒരു പരാതി നൽകുന്നു. സ്വന്തം സഹോദരിയായ വിജയലക്ഷ്മിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു ആ പരാതിയുടെ ഉള്ളടക്കം. തുടർന്ന് നടത്തിയ ഒരു മിസ്സിംഗ് തിരോധാന കേസായി രേഖപ്പെടുത്തി പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ആ അന്വേഷണത്തിനിടയിലാണ് വിജയലക്ഷ്മിയും ഒപ്പം തന്നെ ആൺസുഹൃത്തായ ഈ ജയചന്ദ്രനും ഓച്ചിറയിൽ എത്തിയിട്ടുണ്ട്, ഒരേ സമയം ഓച്ചിറയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഓച്ചിറയിൽ ഇവർ എത്തിയിട്ടുണ്ടെന്നും അമ്പലപ്പുഴയിൽ ഇവരുടെ ടവർ ലൊക്കേഷൻ കാണിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നീട്, അതായത് ഇവിടെ എത്തിയതിനു ശേഷം പിന്നീട് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു അറിവുണ്ടായിരുന്നില്ല. അതിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു തുമ്പ് പോലീസിന് ലഭിക്കുന്നത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ലഭിക്കുന്ന വിജയലക്ഷ്മിയുടെ ഫോണാണ്. അതായത് പ്രതി ഓരോ ഘട്ടത്തിലും, ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടത്തിലും പോലീസിനെ വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം നടത്തി എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും കുറ്റസമ്മതം നടത്താനായി തയ്യാറായിരുന്നില്ല. പിന്നീട് അന്വേഷണ സംഘം ഇഴകീറി മുറിച്ച് ഓരോ കാര്യങ്ങളും ഓരോ പരിശോധനകളും പൂർത്തീകരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോഴാണ്, പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് അത്തരത്തിൽ ഒരു ഫൈൻഡിങ്സിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞത്. എറണാകുളത്തേക്ക് സഞ്ചരിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ അതൊരു വിധത്തിലും സമ്മതിച്ചില്ല. പക്ഷേ എറണാകുളത്ത് കണ്ണൂരിൽ നിന്നെത്തിയ KSRTC ബസ്സിൽ മൊബൈൽ വെച്ചിട്ട് ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് കണ്ടക്ടറുടെ മൊഴി നിർണായകമായി. മാത്രമല്ല അയാളുടെ പ്രതിയുടെ കയ്യിൽ നിന്നും എറണാകുളത്തേക്ക് സഞ്ചരിച്ചതിന്റെ ടിക്കറ്റ് പോലീസിന് കണ്ടെടുക്കാനായി കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ പ്രതി പിന്നീട് പല ഘട്ടത്തിൽ ഉള്ള ചോദ്യം ചെയ്യലും ഓരോ അവസരത്തിലും കീറി മുറിച്ച് പോലീസ് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആണ് ഇയാൾ ഈ കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇവിടെയല്ല അവസാനമായി എത്തിയത്, വിജയലക്ഷ്മി എത്തിയത് എറണാകുളത്താണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി എറണാകുളത്ത് എത്തിച്ചാണ് ആ ഫോണിന്റെ സ്വിച്ച് അവർ ഓൺ ചെയ്തത്. 2 ഫോണും ഒരേ സമയത്ത് സ്വിച്ച് ഓൺ ചെയ്തതും ഈ കേസിൽ പ്രതി പിടിക്കപ്പെടാനായി കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ പണമിടപാടുകൾ ഉണ്ടായിരുന്നു. വിജയലക്ഷ്മിക്ക് പല ഘട്ടത്തിലും പല ഇടങ്ങളിലും വിജയലക്ഷ്മി പണം നൽകിയിട്ടുള്ളതായിട്ടുള്ള വിവരം പോലീസ് കൈമാറുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പണം നൽകുന്നതിനൊപ്പം തന്നെയാണ് ഇവർ ഇയാളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളിയായി കൊല്ലത്ത് മത്സ്യബന്ധനത്തിനായി എത്തുന്ന ആളാണ് ഈ ജയചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് ഇവർ തമ്മിലുള്ള അടുപ്പം തുടങ്ങുന്നത്. അതിനുശേഷം വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് മറ്റൊരു ആൺസുഹൃത്ത്, അതായത് വിജയലക്ഷ്മി ഇവിടെ എത്തിയതിനു ശേഷം വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് മറ്റൊരു ആൺസുഹൃത്ത് വിളിച്ചത് പ്രകോപനത്തിന് ഇടയാക്കി. ആ തർക്കമാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതായത് ആൺസുഹൃത്ത് വിളിച്ചു. ഈ ആൺസുഹൃത്ത് ഇതിനു മുമ്പ് ഇവരുമായി ബന്ധപ്പെട്ട് ഈ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കം വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ ഉണ്ടായിരുന്നു. വിജയലക്ഷ്മി ഈ വിളിച്ച ആൺസുഹൃത്തുമായി ചേർന്ന് ഒരു ഘട്ടത്തിൽ ഈ ജയചന്ദ്രനെ മർദ്ദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പകയും ആ സംഭവവുമായി ബന്ധപ്പെട്ട പകയും ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. അതൊക്കെ ചേർന്നാണ് ഒരു കൊലപാതകത്തിലേക്ക്, ക്രൂരമായ കൊലപാതകത്തിലേക്ക്. തലയുടെ പിൻഭാഗത്ത് നിരവധി മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ചുള്ള വെട്ടേറ്റ പാടുമുണ്ട്. നമ്മൾ ഈ കാണുന്ന കോമ്പൗണ്ടാണ്, അതായത് ഈ വീടിന്റെ പിൻഭാഗത്തോട് ചേർന്ന ഈ കോമ്പൗണ്ടിലാണ് മൃതദേഹം കുഴിച്ചിട്ടത്. അതായത് പുലർച്ചെ 7-ാം തീയതി പുലർച്ചെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ളതാണ് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കുഴിയാണ്, അതായത് ഒട്ടും ആഴമില്ലാത്ത ഒരു കുഴിയിലായിരുന്നു മൃതദേഹം ഇയാൾ കുഴിച്ചിട്ടിരുന്നത്. പിന്നീട് ഈ കുഴിയിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് വരുമോ എന്ന ഭയത്തെ തുടർന്ന് ഇവിടെ കുറച്ച് സിമന്റും സാധനങ്ങൾ ഉപയോഗിച്ച് അത് അടയ്ക്കാനുള്ള ശ്രമവും ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും അന്വേഷണ സംഘം വളരെ മികവാർന്ന അന്വേഷണം തന്നെയാണ് നടത്തിയത്. വളരെ പെട്ടെന്ന് ഒരു തിരോധാന കേസ്, ഒരു കൊലപാതകമാണ് എന്നും മൃതദേഹം കണ്ടെത്താനും പ്രതിയിലേക്ക് എത്താനും പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം 6ഓളം സമാനമായ രീതിയിലുള്ള കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസുകൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആലപ്പുഴയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. കാരണം ഇവരുടെ സ്വർണം അപഹരിച്ചിട്ടുണ്ട്. 3 പവൻ സ്വർണം ഇയാൾ എടുത്തിട്ടുണ്ട്. അത് വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്.
അമ്പലപ്പുഴ കരൂരിൽ നിന്നും ക്യാമറമാൻ മനോജിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പോൾ മുത്തൂറ്റ് വധക്കേസിന് പിന്നാലെയാണ് ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ കുറിച്ച് കേരളം ആദ്യമായി കേട്ടത്. പിന്നീട് തലസ്ഥാന ജില്ലയെ നിയന്ത്രിക്കുന്ന ഗുണ്ടാ തലവനായി വളർച്ച. ഈ സമീപകാലത്ത് കൊച്ചിയിലെ ലഹരി കേസിൽ പ്രതിയായതോടെയാണ് ഓം പ്രകാശ് എന്ന പേര് വീണ്ടും ഉയർന്നു വന്നത്. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് കൊക്കൈനാണെന്ന വിവരം പുറത്തുവിട്ടത് പോലീസാണ്. യഥാർത്ഥത്തിൽ എന്താണ് ആ ഹോട്ടലിൽ നിന്ന് അന്ന് കണ്ടെടുത്തത്? പോലീസ് പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഓം പ്രകാശ് തന്നെ തുറന്നു പറയുകയാണ്. കൊച്ചി ലഹരി കേസിൽ പുറത്തു വന്നത് പോലീസിൻ്റെ തിരക്കഥയെന്നാണ് ആരോപണം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കൊച്ചിയിലെ ലഹരി കേസ് പോലീസിന്റെ തിരക്കഥയെന്നാണ് ഓം പ്രകാശിന്റെ ആരോപണം. ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് കൊക്കൈനാണെന്ന പരിശോധനാ റിപ്പോർട്ട് വ്യാജമാണ്. തന്റെ റൂമിൽ നിന്ന് പോലീസ് ഒന്നും കണ്ടെടുത്തിട്ടില്ല. കേസിലെ ഒന്നാം പ്രതി ഷിഹാസിന്റെ മുറിയിൽ നിന്നാണ് കവർ പിടിച്ചെടുത്തത്. മദ്യം അവിടെ ഉണ്ടായിരുന്നെന്നറിയാം. ഒരു കവർ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഇവരുടെ ഫോൺ സംഭാഷണം എനിക്ക് മനസ്സിലായത്. അത് അപ്പോഴും തന്നെ പിറ്റേ ദിവസം പത്രത്തിൽ കാണുന്നത് അതിനകത്ത് കൊക്കൈനാണെന്നുള്ളത്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് FSL റിപ്പോർട്ട് വന്നെന്ന് പറഞ്ഞു, അതിനകത്ത് കൊക്കൈൻ ഉണ്ടെന്ന് പറയും. ഞാൻ ഈ പറഞ്ഞ കവറും കണ്ടിട്ടില്ല, മദ്യം ഞാൻ അവിടെ ഇരിക്കുന്നതാണ്. ആ കവർ എന്താണെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്ത് കൊക്കൈനാണ്ട് അംശമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ ഈ 18 പേരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി. ഇതിന് എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കണം. ഓം പ്രകാശ് എൻ്റെ റൂമിൽ നിന്ന് ഒരു സാധനവും എടുത്തിട്ടില്ല. പോലീസ് പകവിട്ടലിന്റെ ഇരയാണ് താനെന്നും ഓം പ്രകാശ് പറയുന്നു. തന്നെ ലക്ഷ്യമിട്ടാണ് പോലീസ് ഹോട്ടലിലെത്തിയത്. ചില പോലീസുകാർക്ക് തന്നോട് വിരോധമുണ്ട്. തന്റെ ജാമ്യം റദ്ദാക്കാനുള്ള പോലീസിന്റെ നീക്കമാണ് ഇതെന്നും ഓം പ്രകാശ് ആരോപിക്കുന്നു. അത് എല്ലാ ഫീൽഡിലും അങ്ങനെ ഉണ്ടാവുമല്ലോ. പോലീസിന് ചില ആൾക്കാരുടെ അടുത്ത് വിരോധം ഉണ്ടാവും, ചില ആൾക്കാരുടെ അടുത്ത് സ്നേഹം ഉണ്ടാവും, ചില ആൾക്കാരെ നശിപ്പിക്കണമെന്നൊരു തോന്നലുണ്ടാവും. ഇപ്പോഴെല്ലാം സുരേഷ് ഗോപി സ്റ്റൈലില്ല. പഴയ പോലീസ് ബന്ധം ഓം പ്രകാശ് ഇപ്പം നഷ്ടപ്പെട്ടോ? പോലീസ് ബന്ധങ്ങളൊന്നും എനിക്കില്ലല്ലോ. എന്നെ ഒരു കേസുമായി പിടിക്കുന്ന ഒരു ഓഫീസറോ അല്ലെങ്കിൽ അതിൻ്റെ അവരുമായിട്ട് നിൽക്കുന്ന പോലീസുകാരോ ആ പിടിക്കുന്ന കാലയളവിൽ അല്ലെങ്കിൽ ഞാൻ ആ ഇൻട്രോഗേഷൻ നടക്കുന്ന സമയത്ത് ഇവരുമായിട്ടൊക്കെ കാണും. ഞാൻ നമ്പർ പോലും വാങ്ങിക്കാം. എന്നാൽ പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് അവർക്ക് ഏതെങ്കിലും പോലീസ് ഓഫീസർ നമ്പർ എടുത്താൽ പോലും. കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഉണ്ടായിരുന്നു. എന്നാൽ അവരുമായി താൻ സംസാരിച്ചിരുന്നില്ല. ഹോട്ടൽ മുറിയിൽ ലഹരി പാർട്ടി നടന്നിട്ടില്ല. മദ്യസൽക്കാരം മാത്രമാണ് നടന്നത്. ഒരു ബന്ധവും സിനിമാക്കാരുടെ ഒരു ബന്ധവും. ഫോൺ കോൾ ഡീറ്റെയിൽ ഇപ്പോൾ പരിശോധിക്കാമല്ലോ. എൻ്റെ ഫോൺ കോളില്ലേ ഇവരെന്തിനാണ് FSL പരിശോധിക്കാമല്ലോ. ഈ പറയുന്ന ആൾക്കാരെ ഞാൻ അന്ന് വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് അതിൻ്റെ കോൾ ഡീറ്റെയിൽ എടുത്തിട്ട് ഞാൻ ഇവരാരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ, എനിക്ക് ഇവരോട് അവർക്ക് കൃത്യമായിട്ട് കിട്ടുമല്ലോ. കൊച്ചിയിലെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ തെറ്റാണ്. താൻ 30 കേസുകളിൽ പ്രതിയല്ല. നിലവിൽ 2 കേസിൽ മാത്രമാണ് പ്രതിപ്പട്ടികയിലുള്ളത്. അതാണ് ഏറ്റവും വലിയ കളത്തിന്. 30 കേസ് ഇവരെ തെളിയിക്കട്ടെ. എൻ്റെ ലൈഫിൽ 30 കേസ് ഉണ്ടായിട്ടില്ലല്ലോ. ഇതൊക്കെ എൻ്റെ 21 ഇയേഴ്സിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ എനിക്ക് എൻ്റെ ഉണ്ടായ കേസുകളുടെ ഡീറ്റെയിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2007 ശേഷം എനിക്ക് രാഷ്ട്രീയമല്ലാത്തൊരു കേസുണ്ടായി. അതിനകത്ത് ഞാൻ ശിക്ഷ അനുഭവിച്ച് 4-5 വർഷം ജയിലിൽ കിടന്ന ഒരാളാണ്. എനിക്ക് കഴിഞ്ഞ ഈ 2013 ശേഷം 2024 വരെ ഒരു കേസും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു സംഭവമായിട്ട് പാറ്റൂർ, അതും ഞാൻ ചെന്നൈ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ്. സിനിമാക്കാരുമായി തനിക്ക് ബന്ധമില്ല. CPM-ലെ ചില നേതാക്കളുമായി അടുപ്പമുണ്ട്. താൻ CPM അനുഭാവിയാണെന്നും മുൻ DYFI നേതാവ് കൂടിയായ ഓം പ്രകാശ് വ്യക്തമാക്കി. ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി. സൈബർ തട്ടിപ്പുകാരുടെ കളി കേരളത്തിലെ പിള്ളേരുടെ അടുത്ത് വേണ്ട കേട്ടോ. ഏത് തട്ടിപ്പ് സംഘത്തെയും കൊടുക്കാൻ വിദഗ്ധരായ മിടുക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടാൻ നീക്കം നടത്തിയ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തെ ക്യാമറയിൽ കുടുക്കിയത് തിരുവനന്തപുരത്തെ ഒരു വിദ്യാർത്ഥിയാണ്. പേരൂർക്കട സ്വദേശി അശ്വഘോഷാണ് തട്ടിപ്പ് സംഘത്തിൻ്റെ നീക്കം പൊളിച്ചത്. സമാന രീതിയിൽ നടത്തിയ തട്ടിപ്പിൻ്റെ ദൃശ്യങ്ങൾ ഓൺലൈൻ സംഘത്തിന് അയച്ചു നൽകി പണം തട്ടാനുള്ള ശ്രമം പരാജയപ്പെടുത്തുകയായിരുന്നു. സൈബർ സെക്യൂരിറ്റി വിദ്യാർത്ഥിയായ അശ്വഘോഷിന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ ഉച്ചയോടെയാണ്
ഫോൺ സന്ദേശം ലഭിച്ചത്. തുടർന്ന് വ്യാജ നമ്പറിൽ നിന്ന് വിളിച്ച സംഘം വിദ്യാർത്ഥിയുടെ ഫോൺ നമ്പർ ഡ്യൂപ്ലിക്കേറ്റായി എടുത്ത് മറ്റാരോ ദുരുപയോഗം ചെയ്തതായും തുടർ നടപടികൾക്ക് മുംബൈയിലെ ട്രായ് ഓഫീസിൽ എത്താൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു. വിദ്യാർത്ഥി അസൗകര്യം അറിയിച്ചതോടെ മുംബൈ സൈബർ പോലീസിൻ്റേതെന്ന പേരിൽ അയച്ചു നൽകിയ ലിങ്കിൽ ലോഗിൻ ചെയ്ത് സ്കൈപ്പ് ചാറ്റിൽ വരാൻ നിർദ്ദേശം നൽകി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്, ട്രയൽ നിന്നാണെന്നുള്ള രീതിയിലാണ് കോൾ വരുന്നത്. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ പേര് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഇവർക്ക് അറിയില്ലായിരിക്കും. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇത് ഫോർവേഡ് ചെയ്ത് സൈബർ സെല്ലിലേക്ക് കൊടുക്കാം, നിങ്ങൾ സൈബർ സെല്ലിൽ സംസാരിക്കണം എന്ന് പറയും. എന്നിട്ട് അവർ ആ കോള് തന്നെ നമ്മളെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ പറയും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈബർ സെല്ലുമായിട്ട് സംസാരിച്ച് ഏറ്റവും അവസാനം എത്തുമ്പോൾ അവർ പറയും, നിങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ മുംബൈ സൈബർ സെൽ സ്റ്റേഷനിലെത്തി നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തണം, നിങ്ങളല്ല ഒന്നും കുറ്റം ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊഴി രേഖപ്പെടുത്തണം എന്ന് പറയും. അപ്പം പൊതുവെ ആർക്കും തന്നെ അത് എത്തിപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവർ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ വരിക, ഓൺലൈനിൽ വന്ന് നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്താമെന്ന് പറയും. 1.25 മണിക്കൂർ തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ച അശ്വഘോഷ് ഒടുവിൽ തൃശൂരിലെ സൈബർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന് സമാനമായ തരത്തിൽ ലഭിച്ച ഡിജിറ്റൽ അറസ്റ്റിന്റെ റെക്കോർഡുകൾ തട്ടിപ്പ് സംഘത്തെ കാണിച്ചു. ഇതോടെ അബദ്ധം മനസ്സിലാക്കിയ തട്ടിപ്പ് സംഘം തനിക്ക് നേരെ അസഭ്യം പറയുകയായിരുന്നുവെന്നും വിദ്യാർത്ഥി. അപ്പം ഏറ്റവും അവസാന സമയത്ത് ഈ ഇടയ്ക്ക് വെച്ച് തൃശ്ശൂർ സൈബർ സെല്ലിൽ ഒരു സാറിന് ഇതേപോലെ ഒരു കോള് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാർത്തകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു വാർത്ത എടുത്ത് ഇവർക്ക് തിരിച്ച് കാണിച്ചു കൊടുത്തു, സ്ക്രീൻ ഷെയർ ചെയ്തു. ഞാൻ ആ വീഡിയോ എൻ്റെ സിസ്റ്റത്തിൽ എടുത്തിട്ട് അത് ഞാൻ ഇവർക്ക് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ സ്ക്രീനിൽ ആ ന്യൂസാണ് ആദ്യം ചെന്നത്. പിന്നെ ഫുൾ ഹിന്ദിയിൽ ചീത്തവിളിയായിരുന്നു. അവർക്ക് നമ്മളവരായിട്ട് പറ്റിക്കാൻ വേണ്ടി നമ്മൾ കയറിയതാണെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അവർ ഹിന്ദിയിലും അവർക്ക് അറിയാവുന്ന ഭാഷയിലെല്ലാം അവർ ചീത്തവിളിയായിരുന്നു. പോലീസിന്റെ ബോധവൽക്കരണം തുടരുമ്പോഴും ഓൺലൈൻ തട്ടിപ്പ് സംഘം ചതിവലകൾ വിപുലമാക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തലസ്ഥാനത്തേത്. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ നടൻ സിദ്ദിഖിനെതിരെയായിരുന്നു ഏറ്റവും ഗുരുതര സ്വഭാവമുള്ള കേസ്. സിനിമ എന്ന സ്വപ്നവുമായി എത്തി ജീവിതം തകർക്കപ്പെട്ട ആ പെൺകുട്ടിക്ക് 8 വർഷം പ്രതികരിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ തനിക്ക് നീതി കിട്ടുമെന്ന് അവൾ കരുതി. ഒടുവിൽ പോലീസിൽ പരാതി നൽകി. അങ്ങനെ സുപ്രീം കോടതി വരെയുള്ള നിയമ പോരാട്ടം. എന്നാൽ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പരാതി നൽകിയത് സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നൽകിയത്. അതിജീവിത പരാതി നൽകിയത് 8 വർഷത്തിനു ശേഷമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിടാൻ ധൈര്യം കാണിച്ച പരാതിക്കാരി 8 വർഷം പോലീസിന് പരാതി നൽകാതിരുന്നത് എന്താണ് എന്ന് കോടതി ചോദിച്ചു. 2016 നടന്ന സംഭവത്തിൽ പരാതി രജിസ്റ്റർ ചെയ്യുന്നത് 2024 പരാതിപ്പെടാൻ ധൈര്യമില്ലാത്ത പ്രായമായിരുന്നു അതിജീവിതയുടേതെന്ന് അവർക്കു വേണ്ടി ഹാജരായ അഭിഭാഷക വൃന്ദ ഗ്രോവർ വാദിച്ചു. 2018 ഫേസ്ബുക്കിൽ ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്റിടാൻ അതിജീവിത ധൈര്യം കാണിച്ചുവെന്ന് സിദ്ദീഖിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. സൈബർ ആക്രമണം കാരണം അതിൽ നിന്നും പിന്തിരികയായിരുന്നുവെന്നും അതിനാൽ പരാതി നൽകാൻ വയ്യ സാഹചര്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവർ വാദിച്ചു. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സിദ്ദീഖ് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. സിദ്ദീഖിന് ജാമ്യം നൽകിയാൽ സമാനമായ മറ്റു കേസുകളെയും ബാധിക്കുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹേമ കമ്മിറ്റി മുൻപാകെയും ഇവർ ഹാജരായില്ലെന്നും സിദ്ദീഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗെ ചൂണ്ടിക്കാട്ടി. കേസിൽ നേരത്തെ സുപ്രീം കോടതി സിദ്ദീഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പരാതിക്കാരി പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് പോലീസ് തനിക്കെതിരെ ഉന്നയിച്ചതെന്നുമായിരുന്നു സിദ്ദീഖിന്റെ വാദങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഭീതി പരത്തിയ കുറുവാ സംഘങ്ങൾ കേരളത്തിലെ മറ്റിടങ്ങളിലും കറങ്ങി നടക്കുന്നുണ്ടോ? മണ്ഡലകാലത്തിൻ്റെ മറവിൽ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ നിന്ന് കവർച്ചാ സംഘങ്ങൾ ഇവിടെ താവളമടിച്ചിട്ടുണ്ടോ എന്ന് സംശയം. തിരുട്ടു ഗ്രാമത്തിൽ നിന്നുള്ള 2 മോഷ്ടാക്കൾ പിടിയിലായത് ശബരിമല സന്നിധാനത്ത് വെച്ചാണ്. മോഷണശ്രമത്തിനിടെയാണ് കറുപ്പുസ്വാമി, വസന്ത് എന്നിവരെ സന്നിധാനം പോലീസ് പിടികൂടിയത്. കപ്പലണ്ടി കച്ചവടക്കാരെന്ന വ്യാജേനെത്തിയാണ് കവർച്ചയ്ക്ക് പദ്ധതിയിട്ടത്. തമിഴ്നാട് സ്വദേശികളായ കറുപ്പുസ്വാമി, വസന്ത് എന്നിവരെയാണ് സന്നിധാനം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും തിരുട്ടു ഗ്രാമക്കാരാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസം സംശയാസ്പദമായി കണ്ട ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് ഇരുവരെയും മടക്കി അയച്ചു. കാട്ടിൽ ഒളിച്ചിരുന്ന ഇവർ പുലർച്ചെ മോഷണശ്രമം നടത്തുന്നതിനിടെയാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. സംശയാസ്പദമായ രീതിയിലും പെരുമാറ്റത്തിലും നമ്മുടെ ദേഹം പരിശോധിച്ചപ്പോൾ നമുക്ക് 2 ബ്ലേഡുകളും കുറച്ച് പൈസയും കിട്ടിയത്. അങ്ങനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും സ്വാമിമാരുടെയും മറ്റും മോഷണശ്രമത്തിനും മറ്റും തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന് കൂടുതലായിട്ട് ചോദ്യം ചെയ്ത്. കപ്പലണ്ടി കച്ചവടക്കാരായും മറ്റും ജോലി ചെയ്ത് തിരക്കുള്ള സമയങ്ങളിൽ മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് വ്യക്തമാക്കി. നേരത്തെ കേസുകളുള്ളവർ, ശബരിമല സീസണിൽ മോഷ്ടിക്കാനെത്തുന്നവർ എന്നിങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട്. അതിൽപ്പെട്ടവരാണ് അറസ്റ്റിലായത്. ഇവർ ജോലിക്കായി എത്തിയെന്നാണ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. എന്നാൽ ജോലിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും രണ്ടുപേരുടെയും കൈവശമില്ല. റാന്നി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജാമ്യത്തിൽ വിട്ടു. ഈ സംഘത്തിന്റെ നേതാവ് ഭഗവതിയെ കഴിഞ്ഞ ദിവസം പമ്പയിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇയാൾ റിമാൻഡിലാണ്. ന്യൂസ് 18 സന്നിധാനം. കൊല്ലത്ത് DMK നേതാവിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയ ശേഷം ആക്രമിച്ച കേസാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. പുനലൂർ സ്വദേശി രജി രാജിനെ മാരകായുധങ്ങളുമായി എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. പുനലൂർ ശ്രീനാരായണ കോളേജിനെ മുൻവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലായിരുന്നു സംഭവം. ആക്രമണത്തിൽ രജി രാജിൻ്റെ ഇടതുകാലിനും വലത് കൈക്കും പരിക്കേറ്റു. ശരീരമാസകലം കമ്പിപ്പാര കൊണ്ട് മർദ്ദിച്ച പാടുകളുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. വടിവാൾ, കമ്പിപ്പാര തുടങ്ങിയ മാരകായുധങ്ങളുമായി കാറിലെത്തിയ 6 സംഘമാണ് രജിരാജിനെ ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിൽ രജിരാജിന്റെ ഇടതുകാലിനും വലത് കൈക്കും ഒടിവ് പറ്റി. ദേഹമാസകലം മർദ്ദനമേറ്റ പാടുകളാണ്. ദിവസങ്ങൾക്ക് മുമ്പ് പുനലൂർ നഗരസഭയിലെ ഒരു കൗൺസിലർ സമൂഹമാധ്യമത്തിലൂടെ ആക്രമണ ഭീഷണി മുഴക്കിയിരുന്നതായി രജിരാജ് പറയുന്നു. പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ എന്നെ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അയാൾ ഇന്ന് അവിചാരിതമായിട്ടോ അപ്രതീക്ഷിതമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ മനഃപൂർവ്വം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാവാനും സാധ്യതയുണ്ട്. അയാൾ ഉണ്ടായിരുന്നു. അയാൾ വന്നതിന് ശേഷമാണ് ഈ ആക്രമണം. അവരുടെ കൈ വാളുണ്ടായിരുന്നു, പിന്നെ കമ്പിവെടി ഉണ്ടായിരുന്നു. കൂടുതൽ പേരുടെയും കൈ കമ്പിവെടി, ഒരാളുടെയും വാള്. അല്ല, ഒരാൾ വെട്ടുകയും ചെയ്തു. പിന്നെ മറ്റുള്ളവർ കമ്പിക്ക് തലങ്ങും വിലങ്ങും അടിക്കുകയും. തലയ്ക്കാണ് അടിച്ചതല്ല, ഞാൻ ഈ കൈ വെച്ച് തടഞ്ഞതുകൊണ്ടാണ് ഈ കൈ പൊട്ടിയത്. അക്രമികൾ ഒരാൾ മുഖംമൂടി ധരിച്ചിരുന്നതായും രജിരാജ് പറഞ്ഞു. പോലീസ് നടത്തിയ പരിശോധനയിൽ അക്രമികൾ കാറിൽ സംഭവസ്ഥലത്തെത്തുന്നതിൻ്റെയും പിന്നീട് വാഹനം വേഗത്തിൽ ഓടിച്ചു പോകുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2 മാസം മുമ്പ് TB ജംഗ്ഷനിലുള്ള DMK ഓഫീസിൽ മുഖംമൂടിധാരികൾ രജിരാജിനെ ആക്രമിക്കാനെത്തിയിരുന്നു. ഇയാൾ സ്ഥലത്തില്ലാതിരുന്നതിനാൽ ഓഫീസ് അടിച്ചു തകർത്താണ് സംഘം മടങ്ങിയത്. ആ കേസിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. രജിരാജിന്റെ പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് കളനാട്ട് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം, പിന്നാലെ യുവാവ് അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി അഖിൽ ജോൺ മാത്യുവിനെയാണ് റെയിൽവേ പോലീസും RPFും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെ കടനാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രാക്കിൽ കല്ലുകയറ്റി വെച്ച് അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് അപകടത്തിൽപ്പെടുത്താനാണ് ശ്രമം നടത്തിയത്. ജില്ലയിൽ 3 മാസത്തിനിടെ സമാന രീതിയിലുള്ള 10ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. പല കേസുകളിലും പിടിയിലായത് കുട്ടികളാണ്.
കാസർഗോഡിനും കോട്ടിക്കുളത്തിനും ഇടയിൽ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിലാണ് യുവാവ് അറസ്റ്റിലായത്. പത്തനംതിട്ട ഏഴംകുളം അറുകാലിക്കൽ ബേബി വില്ലയിൽ അഖിൽ ജോൺ മാത്യുവിനെയാണ് കാസർഗോഡ് റെയിൽവേ പോലീസും RPFും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 1:20 അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് അപകടത്തിൽപ്പെടുത്താനാണ് ശ്രമമുണ്ടായത്. കളനാട് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ കല്ലുകയറ്റി വെച്ചാണ് അട്ടിമറിക്ക് ശ്രമിച്ചത്. ട്രെയിൻ കടന്നുപോയപ്പോൾ കല്ലുകൾ ചിതറിത്തെറിച്ചു. ലോക്കോ പൈലറ്റ് വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. 2 ദിവസം മുമ്പ് വീട് വിട്ടിറങ്ങിയവരാണ് പിടിയിലായവർ. അലഞ്ഞുതിരിയുന്നതിനിടയിലാണ് പാളങ്ങളുടെ മുകളിൽ കല്ല് കയറ്റി വെച്ചതെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. നവംബർ 8 ബേക്കൽ പൂച്ചക്കാട് വെച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ 17കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാടിനും കാസർഗോഡിനുമിടയിൽ ട്രെയിനിന് നേരെ കല്ലെറിയുന്നതും പാളത്തിൽ കല്ല് വയ്ക്കുന്നതും പതിവാണ്. ജില്ലയിൽ 3 മാസത്തിനിടയിൽ സമാന രീതിയിലുള്ള 10ഓളം കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പല കേസുകളിലും കുട്ടികളാണ് പിടിയിലാകുന്നത്. ആകാംക്ഷ കൊണ്ടും കൗതുകം കൊണ്ടുമാണ് കുട്ടികൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്നും രക്ഷിതാക്കൾ ഇതിന്റെ ഭവിഷ്യത്ത് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ RPF ഇൻസ്പെക്ടർ അക്ബർ അലി പറഞ്ഞു. പല സമയത്തും നമുക്ക് കണ്ടെത്താൻ പറ്റിയത് കുട്ടികളാണ് ചെയ്യുന്നത്. ഈ റീസെന്റ് ആയിട്ട് ഇപ്പോൾ കാസർഗോഡ് ലോക്കൽ പോലീസിലൊരു സാബട്ടേജ് കേസ് എടുത്തിട്ടുണ്ട്. CCTV ഫുട്ടേജിന്റെ പറ്റിക്കൊണ്ട് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തി ആളെ ഐഡന്റിഫൈ ചെയ്തു. CCTV ദൃശ്യങ്ങളും മൊബൈൽ നെറ്റ്വർക്കും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 2 സംഭവങ്ങളിലെയും പ്രതികളെ പിടികൂടിയത്. 2 ആഴ്ച മുൻപ് പള്ളം അടിപ്പാതയ്ക്ക് മുകളിലുണ്ടായ ട്രെയിൻ അട്ടിമറി ശ്രമത്തിലും അന്വേഷണം പുരോഗമിച്ചു വരുന്നതായി RPF അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥ 3 കുട്ടികളെയാണ് അനാഥരാക്കിയത്. പേരാമ്പ്ര സ്വദേശിനി രജനിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന് പരാതി. ശരീരവേദനയുമായി ആശുപത്രിയിലെത്തിയ യുവതിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് നൽകിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. ഭർത്താവിൻ്റെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആരോഗ്യവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. നവംബർ 4 പേരാമ്പ്ര സ്വദേശിനിയായ രജനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നാവിന് തരിപ്പും കാലിന് കഠിനമായ വേദനയുമായിരുന്നു. എന്നാൽ മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് ഡോക്ടർ നൽകിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. യഥാർത്ഥ രോഗം കണ്ടുപിടിക്കാനോ അതിനുള്ള ചികിത്സ നൽകാനോ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞില്ലെന്നും ഇതാണ് മരണത്തിനിടയാക്കിയതെന്നും ബന്ധുക്കൾ പറയുന്നു. ബോഡി മൊത്തം വീക്കായി പോയി. കാലിൽ ഒരു ചെരുപ്പ് പോലും ഇടാൻ പറ്റാത്ത രീതിയിലേക്ക് പേഷ്യന്റിന്റെ കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ രോഗി അലറി വിളിക്കുകയാണ്, എന്നെ ഒന്ന് നോക്ക് ഡോക്ടറെ എന്നും പറഞ്ഞിട്ട്. അപ്പം മറ്റൊരു രോഗിയെ നോക്കാൻ വന്ന ഡോക്ടർ ഈ പേഷ്യന്റിനെ നോക്കുകയും ന്യൂറോളജി വിഭാഗത്തിലേക്ക് റെഫർ ചെയ്ത് അന്ന് തന്നെ അവിടെ അഡ്മിഷൻ കാണിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ICUലേക്ക് റെഫർ ചെയ്തത്. ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആള് മൊത്തം വീക്കായി പോയിരുന്നു. വെന്റിലേറ്ററിലാണ് പിന്നെ ഉണ്ടായിരുന്നത്. രജനിക്ക് ഗില്ലൈൻ ബാരി സിൻഡ്രോം ആയിരുന്നുവെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. കൃത്യമായ ചികിത്സ നൽകിയിരുന്നു. ചികിത്സയ്ക്കിടെ ന്യൂമോണിയ വന്നതാണ് മരണകാരണം. കുടുംബത്തിന്റെ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തും. പേരാമ്പ്ര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെ മരണത്തിന് കാരണം മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം പോത്താനിക്കാട് വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായത് ദേവികുളം സ്വദേശി അലി. വനിതാ നിർമ്മാതാവ് നൽകിയ പരാതിയിൽ നിർമ്മാതാവ് ലിസിൻ സ്റ്റീഫനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് ലിസിൻ സ്റ്റീഫൻ. തൊടുപുഴയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 40 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായത് പെരുമ്പിള്ളിച്ചിറ സ്വദേശികളായ നൌഫൽ, റിൻസാദ് എന്നിവർ. ഒപ്പമുണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു. കർണാടകയിലെ ഉടുപ്പിയിൽ ആന്റി നക്സൽ സ്ക്വാഡുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കമാൻഡർ വിക്രം ഗൌഡ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു.
നിലമ്പൂർ ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ട വിക്രം ഗൌഡ കൊല്ലപ്പെട്ടത് ഹെബ്രി വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ. മദ്യവും ലഹരിയുമാണ് പല കുടുംബങ്ങളിലെയും വില്ലൻ. മൂവാറ്റുപുഴയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മദ്യലഹരിയിലാണ്. അമ്പലമ്പടി സ്വദേശിനി സ്മിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് മനോജ് കുഞ്ഞപ്പനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ നെഞ്ചിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ സ്മിത കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഭാര്യയെ അസഭ്യം പറഞ്ഞതിനും മർദ്ദിച്ചതിനും മുൻപും ഇയാൾക്കെതിരെ കേസുള്ളതാണ്. പരസ്പരം സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും കഴിയേണ്ട ദമ്പതികൾ ഇങ്ങനെ വഴക്കിട്ടും കലഹിച്ചും ജീവിതം അവസാനിപ്പിക്കണോ എന്ന് സ്വയം ചിന്തിക്കുക. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.